യുവവാണി. യുവവാണി റേഡിയോ ഗൈഡ്, മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ മഹാസമുദ്രങ്ങളെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ JS സംസാരിക്കുന്നു. ഒപ്പം രഞ്ജിനി MR. പ്രധാനമായും ലോക മഹാസമുദ്രങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനെ കൂട്ടുകാർക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത്? പ്രധാനമായിട്ടും 5 മഹാസമുദ്രങ്ങളാണുള്ളത്. അത് പൊതുവേ നമുക്ക് വലിപ്പക്രമത്തിലൊക്കെ പലപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്. അത് പൈസ എന്നൊരു കോഡിനകത്ത് എല്ലാം ഉണ്ട്. PAISA. അപ്പോൾ അതാണ് കോഡ്. P എന്ന് സൂചിപ്പിക്കുന്നത് പസഫിക്കിനെയും, A അറ്റ്ലാന്റിക്കിനെയും, I ഇന്ത്യൻ മഹാസമുദ്രം, അടുത്ത് S എന്ന് പറയുന്നത് സതേൺ ഓഷനാണ്. സതേൺ ഓഷൻ എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്, ഏറ്റവും ലാസ്റ്റ് ആർട്ടിക്. അത്തരത്തിലെ 5 മഹാസമുദ്രങ്ങളും വലിപ്പക്രമത്തിൽ ഈ പൈസ എന്ന ഒരൊറ്റ കോഡിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പൈസ എന്ന് സൂചിപ്പിക്കുന്നത് P പസഫിക്, A അറ്റ്ലാന്റിക്, I ഇന്ത്യൻ മഹാസമുദ്രം, S സതേൺ ഓഷൻ അതായത് അന്റാർട്ടിക്ക, ലാസ്റ്റ് ആർട്ടിക് സമുദ്രം. ഇവയെ എങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പലപ്പോഴും സമുദ്രം ചുറ്റി വരുന്ന നാവികരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന എല്ലാ സമുദ്രങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ വൻകരകളുടെയും ഇടയിലായിട്ട് ഓരോ സമുദ്രത്തിന് സെപ്പറേറ്റ് പേരുകൾ അറിയപ്പെടുകയാണ് ചെയ്യുക. ഇവരുടെ എല്ലാവരുടെയും പൊതു പൂർവികർ എന്ന് പറയുന്നത് പന്തലാസ എന്ന് പറയുന്ന ഒരു സമുദ്രഭാഗമാണ്. നമ്മുടെ ഭൂമി രൂപപ്പെട്ട സമയത്ത് ഒരേ ഒരു കരഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമി രൂപപ്പെട്ട സമയത്ത് ഈ രൂപപ്പെട്ട സമയത്തുണ്ടായിരുന്ന ഒരു കരഭാഗത്തെ അറിയപ്പെട്ട പേരാണ് പാൻജിയ. ഈ പാൻജിയ എന്ന് പറയുന്ന ഒരേ ഒരു കരഭാഗവും പിന്നെ അതിന്റെ ചുറ്റിലുമായിട്ട് സമുദ്രഭാഗമായ പന്തലാസ എന്ന് പറയുന്ന ഭാഗം. ഈ പാൻജിയ പന്തലാസ മാത്രമാണ് ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പാൻജിയുടെ കുറുകെ ഒഴുകിയൊരു നദിയായിട്ട് പറയുന്നത് തെതിസ് ആണ്. നദിയെന്നോ സമുദ്രമെന്നോ കണ്ടു കഴിഞ്ഞാലും തെതിസ് എന്ന് പറയുന്നൊരു നദിയാണ് ഉണ്ടായിരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി, പലതായിട്ട് ചിന്നിച്ചെതറി ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന 2 കരഭാഗങ്ങളായിട്ട് രൂപപ്പെട്ടു. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന ഈ 2 കരഭാഗമാണ് വീണ്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് കാണുന്ന 7 വൻകരകൾ രൂപപ്പെട്ടത്. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 കരഭാഗമായിരുന്നു. വീണ്ടും ചിന്നിച്ചെതറി ഇന്ന് കാണുന്ന 7 വൻകരകളും ചെറിയ ദ്വീപുകളുമായിട്ട് നമ്മുടെ ഭൂമിയുടേതായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഓരോ വൻകരയുടെയും ഇടയിലുണ്ടായിരിക്കുന്ന ഓരോ ഗ്യാപ്പിനും ഓരോ പേരുകൾ നമ്മൾ കൊടുത്തു. ഉദാഹരണത്തിന് വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും വലതുവശത്ത്, അതായത് യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും ഇടതുവശത്തായിട്ടൊക്കെ വരുന്ന ഒരു സമുദ്രഭാഗത്ത് നമ്മൾ അറ്റ്ലാന്റിക്. ഇതുപോലെ ഏതെങ്കിലും 2 വൻകരകളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഓരോ പേര് കൊടുത്തതിന് ശേഷമാണ് ഈ പന്തലാസ എന്ന് പറയുന്ന വലിയ സമുദ്രത്തിനെ ഇന്ന് കാണുന്ന 5 മഹാസമുദ്രമായിട്ട് പേര് നൽകി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമുദ്രം എല്ലാം രൂപപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ മാതൃസമുദ്രം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പന്തലാസയാണ്. അതേപോലെ വൻകരകളുടെ മാതാവ്, മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയാണ്. ഈ പാൻജിയ സ്പ്ലിറ്റ് ചെയ്താണ് വൻകരകളുണ്ടായത്. പന്തലാസയുടെ ഭാഗമാണ് ഇന്നത്തെ 5 മഹാസമുദ്രം. ഈ 5 മഹാസമുദ്രത്തിൽ ഏറ്റവും വലിപ്പം കൂടിയത് പസഫിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പസഫിക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനമൊക്കെ ഉള്ളത്, ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്ത് ഭൂമിയുടെ 1/3 ഭാഗം സമുദ്രവിസ്തൃതി 1/3 ഭാഗവും പസഫിക്കാണ്. എന്നാൽ അറ്റ്ലാന്റിക് അടുത്ത് 2ാം സ്ഥാനത്തായിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം 3ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഇന്ത്യൻ സമുദ്രം നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്താണ് നമ്മുടെ സ്ഥാനം. അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഏഷ്യ എന്ന് പറയുന്ന വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രം. എന്നാൽ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആഫ്രിക്ക എന്നൊരു വൻകരയുണ്ട്, കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയ എന്നൊരു വൻകരയുണ്ട്. അതായത് നിശ്ചിത അതിരുകൾ വെച്ചിട്ടുണ്ട്. ഇന്ന വൻകരകളുടെ ഈ മധ്യത്തിലായിട്ട് കാണപ്പെടുന്നതാണ് ഒരു സമുദ്രമായിട്ട് അങ്ങ് നിശ്ചയിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിരുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഏഷ്യ, കിഴക്ക് ഓസ്ട്രേലിയ, പടിഞ്ഞാറ് ആഫ്രിക്ക എന്നിങ്ങനെ അതിർവരമ്പുകൾ വെച്ചിട്ട് അത്രയും ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം. ഇതുപോലെ ഓരോ സമുദ്രത്തിനും അതിർവരമ്പുകൾ ഏതൊക്കെ വൻകരകൾക്കിടയിലാണെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 5 ഭാഗത്തായിട്ട് 5 മഹാസമുദ്രങ്ങളുണ്ട്. അതാണ് ഈ പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും ഓരോ ആകൃതികളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വൻകരകളുടെ ഇടയിലുണ്ടാകുന്ന ഗ്യാപ്പിന്റെ ആകൃതി അനുസരിച്ചാണ്. പസഫിക്കിന് ത്രികോണാകൃതിയാണ് പൊതുവെ പറയാറുള്ളത്. പസഫിക് ത്രികോണാകൃതിയിൽ. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രം വരുമ്പോൾ S ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം M ആകൃതിയിലാണ്. അത് നമ്മുടെ ഇന്ത്യയുടേതായിട്ടുള്ള തെക്ക് ഭാഗം നോക്കുമ്പോൾ അറിയാം, ഉപദ്വീപീയ ഇന്ത്യ അല്പം ഒന്ന് താഴോട്ട് വരുന്നുണ്ട്, M ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ടിക് ആണെങ്കിൽ D ആകൃതിയിലാണ്. സതേൺ ഓഷന് പ്രത്യേകിച്ച് ആകൃതിയൊന്നും പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിന് D ആകൃതി. പസഫിക് ത്രികോണം, അറ്റ്ലാന്റിക്
എസ് ആകൃതി, അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതി, ആർട്ടിക് ഡി ആകൃതി. ഇങ്ങനെ ഈ 5 മഹാസമുദ്രങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ ഓരോ വൻകരകളുടെ ഇടയിലായിട്ട് കാണുന്നു. ഈ സമുദ്രങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കപ്പൽ പാതകളും അതൊന്നെല്ലാം വിശാലമായി തുറന്നു കിടക്കുക. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ഡൗട്ട് തോന്നുകയാണ്, കടൽ എന്ന് പറയുമ്പോൾ ഇതേ സമുദ്രത്തിന്റെ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കടൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അറബിക്കടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളുടേതെല്ലാം തെക്ക് ഭാഗത്ത് നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അറബിക്കടലാണ്. എന്നാൽ നമ്മുടെ ബംഗ്ലാദേശിന്റെയൊക്കെ ആ ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ കടൽ എന്ന് പറയുമ്പോൾ കരയോട് ചേരുന്ന സമുദ്രഭാഗം, കരയോട് ചേരുന്ന സമുദ്രഭാഗത്തെ കടൽ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. അപ്പോൾ കടൽ ധാരാളമുണ്ട്, ഒട്ടനവധിയുണ്ട്. ഇപ്പം പ്രാദേശികമായിട്ട് പറഞ്ഞാലും ഓരോ ജില്ലക്കാർക്കും അവരുടെ കടൽ തന്നെ ഒരുപാടുണ്ട്. പക്ഷേ സമുദ്രം എന്ന് പറയുന്നത് 5 എണ്ണമേ ഉള്ളൂ. കടൽ നമുക്ക് പ്രാദേശികമായിട്ട് പല പേരുകൾ വിളിക്കും. അതായത് അറബിക്കടലിന്റെ ഭാഗമായിട്ട് പോലും നമ്മുടെ പടിഞ്ഞാറൻ ജില്ലകളിലുള്ള എല്ലാ ജില്ലകൾക്കും സെപ്പറേറ്റ് കടൽ തീരങ്ങളുണ്ട്. അപ്പോൾ കടലുകൾ ഒട്ടനവധിയുണ്ട്, സമുദ്രം 5 എണ്ണമേ ഉള്ളൂ. പസഫിക് ഓഷ്യന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ ഇതൊക്കെ PSCക്ക് സാധാരണ ചോദിക്കാറില്ല, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. തീർച്ചയായും. പസഫിക്കിൽ നമ്മൾ ശാന്തസമുദ്രം എന്ന് വിശേഷിപ്പിക്കുന്നതും പസഫിക് സമുദ്രത്തിനെയാണ്. ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത് ഫെർഡിനൻഡ് മെഗലിനാണ്. ഫെർഡിനൻഡ് മെഗലിനാണെങ്കിൽ നമ്മുടെ ഈ സമുദ്രത്തിലെല്ലാം ഒരു തവണ ചുറ്റിവന്ന വ്യക്തിയാണ്. അപ്പോൾ ഫെർഡിനൻഡ് മെഗലിനാണ് ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത്. ഇതേ പേരിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശാന്തസമുദ്രത്തിലെ തീവലയം, റിങ്സ് ഓഫ് ഫയർ എന്നാണ് അതിനെ പറയുന്നത്. റിങ്സ് ഓഫ് ഫയർ, ആ റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങൾ, ഏകദേശം ഒരു 80% അഗ്നിപർവ്വതങ്ങളും ആ ഭാഗത്തിനെ സജീവമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നമ്മളിപ്പോൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലയമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ശാന്തസമുദ്രത്തിലെ തീവലയം അല്ലെങ്കിൽ റിങ്സ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത്. അത് പസഫിക്കിലാണ്. പേര് തന്നെയുണ്ട് ശാന്തസമുദ്രത്തിലെ തീവലയം. അപ്പോൾ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നതും പസഫിക്കിനെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലുതാണ് പസഫിക് എന്ന് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലുത് പസഫിക്കാണ്. ഏറ്റവും കൂടുതലായിട്ട് ജലം ഉൾക്കൊള്ളുന്നതും പസഫിക്കാണ്. ഏറ്റവും കൂടുതൽ ജലമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലുതാണെങ്കിൽ മത്സ്യസമ്പത്തും ഏറ്റവും കൂടുതൽ പസഫിക്കിലായിരിക്കും. ദ്വീപുകളും ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പുവ ന്യൂഗിനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. അപ്പോൾ ഈ റിങ്സ് ഓഫ് ഫയർ പറയുമ്പോഴത്തേക്കും അഗ്നിപർവ്വതങ്ങൾ, അപ്പോൾ പ്രധാനപ്പെട്ട അഗ്നിപർവ്വതം തമോ മാസിഫ്, അതും പസഫിക്കിൽ തന്നെയുണ്ട്. അപ്പോൾ പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന ദ്വീപും അതുപോലെ തന്നെ റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങളുള്ള ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ തമോ മാസിഫ് എന്ന് പറയുന്ന അഗ്നിപർവ്വതവും ഈ ഭാഗത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാ സമുദ്രത്തിന്റെയും ഏറ്റവും ആഴം കൂടിയ ഭാഗം ഗർത്തങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് ചലഞ്ചർ ഗർത്തമാണ്. ചലഞ്ചർ ഗർത്തത്തിന്റെ മറ്റൊരു പേര് മരിയാന ട്രെഞ്ച് ആണ്. അപ്പോൾ മരിയാന ട്രെഞ്ച് അല്ലെങ്കിൽ ചലഞ്ചർ ഗർത്തം, ഇതിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HMS ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ്. അപ്പോൾ HMS ചലഞ്ചർ എന്ന ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അതിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് നമ്മുടെ ഈ റിങ്സ് ഓഫ് ഫയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചലഞ്ചർ ഗർത്തം, അതിൽ പോയ ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ കണ്ടെത്തിയത് HMS ചലഞ്ചർ എന്ന കപ്പലാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ദ്വീപ് നമ്മുടെ ഗാലപ്പാഗോസ് ദ്വീപ് പസഫിക്കിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഇങ്ങനെ പല ദ്വീപുകളും ഉണ്ട്. അപ്പോൾ ദ്വീപുകൾ ഒട്ടനവധി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഗാലപ്പാഗോസ് ദ്വീപ്, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഈ 3 ഏറ്റവും പ്രധാനപ്പെട്ടതും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റർ ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, ഹവായ് ദ്വീപുകൾ ഇതെല്ലാം പസഫിക്കാണ്. പിന്നെ ഒരുപക്ഷെ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒന്നാണ് തെക്കൻ ചൈന കടൽ. തെക്കൻ ചൈന കടൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അറിയാവുന്ന ആൾക്കാരെല്ലാവരും പെട്ടെന്ന് ചിന്തിച്ചിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നായിരിക്കും ഉത്തരം ചെയ്യുക. കാരണം ഇന്ത്യയുടെ തൊട്ട് മുകളിലാണല്ലോ ചൈന. ഇന്ത്യയുടെ തൊട്ട് മുകളിൽ ചൈന ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യ വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുകൊണ്ട് തെക്കൻ ചൈന കടലും ഇന്ത്യൻ മഹാസമുദ്രം എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പസഫിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ ഒരു ഭാഗം പസഫിക്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പസഫിക്കിലാണ് വരിക. ഇതുപോലെ തെറ്റാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യാണ് മലബാർ ഗർത്തം. മലബാർ ഗർത്തം എന്ന് കേട്ട ഉടനെ നമ്മുടെ മനസ്സിൽ കേരളവും വടക്കൻ ജില്ലകളൊക്കെ ഓർമ്മ വരും. പക്ഷേ അതും മലബാർ ഗർത്തം ഉള്ളതും പസഫിക്കിലാണ്. അപ്പോൾ മലബാർ ഗർത്തവും തെക്കൻ ചൈന കടലും തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഇത് രണ്ടും ഉള്ളത് പസഫിക്കിലാണ്. പക്ഷേ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, അതുപോലെ ഗാലപ്പാഗോസ് ദ്വീപ്, ഇതെല്ലാം പസഫിക്കിലാണ് കാണപ്പെടുക. അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും ബെറിംഗ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. നമ്മുടെ ഭൂമിയിൽ നമ്മൾ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖയാണ് സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ദിവസം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 180 ഡിഗ്രിയാണ്. ഇത് കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. കൃത്യമായ സ്ഥലം ബെറിംഗ് കടലിടുക്കാണ്. ബെറിംഗ് എന്ന് പറയുന്ന കടലിടുക്കിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്, പസഫിക്കിലെ ബെറിംഗ് കടലിടുക്ക്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഒരു സമുദ്രത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിപ്പത്തിൽ എത്രാം സ്ഥാനം. അവിടെ പസഫിക് ആണെങ്കിൽ 1ാം സ്ഥാനം. രണ്ടാമത്തത് ആകൃതി, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. പിന്നെ അതിന്റെ ആഴം കൂടിയ
ഭാഗം, ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ മരിയാന ട്രെഞ്ചാണ് ആഴം കൂടിയ ഭാഗമായിട്ട് പറയുന്നത്. പിന്നെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, പിന്നെ അതുപോലെ റിങ്സ് ഓഫ് ഫയർ കാണപ്പെടുന്നത് വിസ്തൃതി ഏറ്റവും കൂടിയ സമുദ്രമാണ്. അപ്പോൾ വിസ്തൃതി ചോദിക്കാറുണ്ട്. ഇപ്പോൾ പസഫിക് സമുദ്രം എന്ന് പറയുമ്പോൾ ആകെ നമ്മുടെ ജലത്തിന്റെ, അതായത് സമുദ്രത്തിന്റെ 1/3 ഭാഗം പസഫിക്കാണ്. ആകെ സമുദ്ര വിസ്തൃതിയുടെ 1/3 ഭാഗമാണ്. അതിൽ കൃത്യമായി പറഞ്ഞാൽ 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. പക്ഷേ SCERT-യിലും NCERT-യിലും ബാക്കി എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത് ഓരോ എക്സാമിനും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ നിലവിൽ ഇതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഈ പറയുന്ന സമുദ്രമായിക്കോട്ടെ നദിയായിക്കോട്ടെ എല്ലാത്തിന്റെയും നീളം, വിസ്തൃതി എല്ലാം കാലത്തിനനുസരിച്ചിട്ട് അപ്ഡേഷൻ വരുന്നതാണ്. അപ്പോൾ നിലവിൽ ഇതാണുള്ളത്. പസഫിക്കിലെ ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഓരോ സമുദ്രങ്ങളിലും സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും ആഴം കൂടിയ ഭാഗം, ആകൃതി, വിസ്തൃതി, പിന്നെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ദ്വീപുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് പ്രതിഭാസങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അറ്റ്ലാന്റിക് ഓഷ്യന്റെ പ്രത്യേകത കൂടാതെ അത് വ്യാപാരത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? അറ്റ്ലാന്റിക് സമുദ്രം നമ്മുടെ ഏറ്റവും അധികം കപ്പൽ പാതകളുള്ള ഒരു സമുദ്രം കൂടിയാണ് അറ്റ്ലാന്റിക് സമുദ്രം. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് വരുന്നത്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. കിഴക്ക് ഭാഗത്ത് യൂറോപ്പും ആഫ്രിക്കയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റ്ലാന്റിക്കിന് 2 പോർഷൻ ഉണ്ട്, നോർത്തേൺ അറ്റ്ലാന്റിക്, സതേൺ അറ്റ്ലാന്റിക്. കാരണം അറ്റ്ലാന്റിക്കിന്റെ ആകൃതി എസ് ആകൃതിയാണ്. അപ്പോൾ അറ്റ്ലാന്റിക്കിൽ എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറഞ്ഞാൽ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക് ആണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഈ എസ് ആകൃതി വരുമ്പോൾ അതിന്റെ എസ് എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ അറിയാം 2 പാർട്ടുണ്ട്, നോർത്തും സൗത്തും. ഈ നോർത്ത് പാർട്ടിന്റെ ഭാഗത്താണ് യൂറോപ്പ് വരുന്നത്. നോർത്ത് പാർട്ടിൽ വലതുവശത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് യൂറോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിന്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. കാരണം സൗത്തിൽ ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലോട്ട് പൊതുവേ അത് കൺസംഷനൊക്കെ അല്പം കുറഞ്ഞ ഒരു വൻകര ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രോഡക്ട്സ്, ഗുഡ്സ് ഒന്നും അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് അവിടെ നിന്ന് റോ മെറ്റീരിയൽസോ ബാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യവുമില്ല. താരതമ്യേന കുറവാണ്. അപ്പോൾ നമുക്ക് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വടക്കേ അമേരിക്കയിൽ നിന്നായാലും തെക്കേ അമേരിക്കയിൽ നിന്നായാലും ഏറ്റവും കൂടുതൽ നമുക്ക് കപ്പൽ പാതകൾ ആവശ്യമുള്ളത് നമുക്ക് ആഫ്രിക്കയെക്കാളും നോർത്തിൽ കിടക്കുന്ന നമ്മുടെ യൂറോപ്പുമായിട്ടാണ്. അറ്റ്ലാന്റിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ. ഈ മെഡിറ്ററേനിയൻ കടല് നമ്മുടെ ചെങ്കടലുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ചെങ്കടൽ. അത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, നമ്മുടെ ഇസ്രായേൽ, ഈജിപ്റ്റ് ഇതൊക്കെ വരുന്നതിന്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ചെങ്കടൽ വന്ന് ചേരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും നേരെ അത് പടിഞ്ഞാറോട്ട് പോയിട്ട് ഈ യൂറോപ്പിന്റെയൊക്കെ തെക്ക് ഭാഗത്ത്, പടിഞ്ഞാറോട്ട് പോയിട്ട് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് ചെങ്കടൽ വന്ന് ചേരുന്നു. ഇതേപോലെ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിൽ നിന്ന് വന്നിട്ട് വലതുവശത്തോട്ട് പോയിട്ട് ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് അതും വരുന്നുണ്ട്. ഈ രണ്ടിനെ ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. അറ്റ്ലാന്റിക്കിലെ മെഡിറ്ററേനിയൻ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ഈ സൂയസ് കനാൽ വഴിയാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയവും നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരവും ഏറ്റവും കൂടുതൽ നടക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിനെയും അറ്റ്ലാന്റിക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കാണുന്ന സൂയസ് കനാൽ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോഴത്തേക്കും ഏഷ്യ വൻകരയിലുള്ള മിക്ക രാജ്യങ്ങളിലെയും പ്രോഡക്ട്സ് അതുവഴി പോകണം. അതുപോലെ ഓസ്ട്രേലിയയിലുള്ള പ്രോഡക്ട്സ് പോകണം. ഈ കാണുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും നേരെ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ ഭാഗത്തുള്ള ഈ ചെങ്കടൽ വഴി സൂയസ് കനാൽ പാസ് ചെയ്ത് മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിച്ച് ഇത് നേരെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരണം. ഈ അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് കണക്റ്റഡ് ആണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്. ആഫ്രിക്ക ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് യൂറോപ്പും ഇതുപോലെയുള്ള വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ഈ പറയുന്ന ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് കപ്പൽ പാതകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ കപ്പൽ പാത ഉള്ളതും ഈ കപ്പലുകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതും എല്ലാം നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്ത് തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരമാണ്. അത് പശ്ചിമേഷ്യയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ടുള്ള എല്ലാ കണക്ഷനും വരുന്നത് ഈ മെഡിറ്ററേനിയൻ കടൽ വഴിയാണ്. ഈ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്. അതുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് മെഡിറ്ററേനിയൻ കടൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചെങ്കടൽ. ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ. അതുകൊണ്ട് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത്. അതായത് കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ ഭാഗത്താണ്, പ്രത്യേകിച്ച് നോർത്തേൺ അറ്റ്ലാന്റിക്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും മത്സ്യബന്ധനമുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയും. ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇതേ നോർത്തേൺ അറ്റ്ലാന്റിക്കിലാണ്. അപ്പോൾ ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ് ആകൃതിയിലാണ്. എസ് ആകൃതിയിൽ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക,
വലതുവശത്തായിട്ടാണെങ്കിൽ യൂറോപ്പ്, ആഫ്രിക്ക. അപ്പോൾ അതിന്റെ നോർത്ത് പോർഷനിലെ വ്യാപാരം നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് കപ്പലുകൾ ഏറ്റവും കൂടുതലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എസ് ആകൃതിയിലാണ് കാണപ്പെടുക. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് ഇതിനുള്ളത്. നമ്മൾ നേരത്തെ പസഫിക്കിൽ പറഞ്ഞത് 1/3 ഭാഗമാണ്, ആകെ സമുദ്ര വിസ്തൃതിയുടെ 1/3 ഭാഗം. അറ്റ്ലാന്റിക് വരുമ്പോൾ 1/6 ഭാഗമാണ്, 1/6 ഭാഗം, അതായത് അതിന്റെ നേർപകുതി. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. കൃത്യമായി പറഞ്ഞാൽ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കപ്പൽ പാതകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതും ഇവിടെ തന്നെയാണ്. 1912 ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് ഇതേ ഭാഗത്ത് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗർത്തം. പ്യൂറിട്ടോറിക്ക എന്നായിരിക്കും പലതിലും എഴുതിയിട്ടുണ്ടാകുക. പ്രൊണൗൺസ് ചെയ്യുമ്പോഴും പ്യൂറിട്ടോറിക്ക എന്ന് തന്നെയാണ് പറയുക. എന്നാൽ ചിലർ പ്യൂട്ടോറിക്ക എന്ന് പ്രതിപാദിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ പ്യൂറിട്ടോറിക്ക ഗർത്തമാണ് ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അപ്പോൾ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ്, എസ് ആകൃതിയിലാണ്. ഇവിടെ കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിട്ടോറിക്ക ഗർത്തം. നമ്മുടെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കയുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് നമ്മുടെ ആമസോൺ നദി പതിക്കുന്നതും ഇവിടെ തന്നെയാണ്. ആമസോൺ നദി ഈ ഭാഗത്താണ് പതിക്കുക. നമ്മുടെ നെപ്പോളിയൻ നാട് കടത്തിയ സെന്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക്കിലാണ്. നേരത്തെ അന്താരാഷ്ട്ര ദിനാങ്കരേഖ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പസഫിക്കില് ബെറിംഗ് കടലിടുക്കില്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ 0° ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ഈ അറ്റ്ലാന്റിക്കിലൂടെയാണ്. ഈ അറ്റ്ലാന്റിക്കിലൂടെ ഗ്രീനിച്ച് രേഖ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയും ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഗ്രീനിച്ച് രേഖയുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും കൂട്ടിമുട്ടുന്നത് അറ്റ്ലാന്റിക്കിൽ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 180° അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. പിന്നെ ബെർമുഡ ട്രയാങ്കിൾ. ബെർമുഡ ട്രയാങ്കിൾ പലപ്പോഴും മലയാളത്തിലൊക്കെ ചോദിക്കാറുണ്ട്. ചെകുത്താന്റെ ത്രികോണം എന്നാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുക. ബെർമുഡ ട്രയാങ്കിളും അറ്റ്ലാന്റിക്കിലാണ്. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടൽ, കുറച്ച് മുന്നേ പറഞ്ഞ വ്യാപാര പാതയാണ്. മെഡിറ്ററേനിയൻ കടലുണ്ട്. ഇംഗ്ലീഷ് ചാനൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഹക്സൻ ഉൾക്കടൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ കരീബിയൻ ദ്വീപുകൾ, കരിങ്കടൽ, പിന്നെ ചാളക്കടൽ എന്ന് അറിയപ്പെടുന്നത് ഇവിടെയാണുള്ളത്. ചാളക്കടൽ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാതെ, ഒന്ന് ബെർമുഡ ട്രയാങ്കിൾ, മെഡിറ്ററേനിയൻ കടൽ, ഇംഗ്ലീഷ് ചാനൽ, ഹക്സൻ ഉൾക്കടൽ, കരിങ്കടൽ, കരീബിയൻ ദ്വീപുകൾ, പിന്നെ മെക്സിക്കൻ ദ്വീപുകൾ ഈ ഭാഗത്തുണ്ട്, പിന്നെ ഗ്രീൻലാൻഡ് ഉണ്ട്. ഇങ്ങനെ ഈ ഭാഗത്തായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ടൈറ്റാനിക് കപ്പലും പിന്നെ പ്യൂറിട്ടോറിക്ക ഗർത്തം, പിന്നെ ബെർമുഡ ട്രയാങ്കിൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മെഡിറ്ററേനിയൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇന്ത്യൻ ഓഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷനിൽ ഉൾപ്പെടുന്ന പ്രധാന കടലിടുക്കുകൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രമാണ്. ബാക്കി ഏത് സമുദ്രം നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരു രാജ്യത്തിന്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പേര് തന്നെയാണുള്ളത്. ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കടൽ എന്ന് പറയുമ്പോഴത്തേക്കും കരയോട് ചേരുന്ന സമുദ്രഭാഗം. സമുദ്രം വലുതാണ്, മഹാസമുദ്രം. അപ്പോൾ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കടൽ. അപ്പോൾ ബീച്ചുകൾ, പണ്ട് മുതലേ നമുക്ക് കടലെന്ന് കേട്ടാലും സമുദ്രം എന്ന് കേട്ടാലും ബീച്ചെന്ന് കേട്ടാലും എല്ലാം ഓർമ്മ വരിക തിരമാലകൾ മാത്രം, അല്ലെങ്കിൽ കടലിലെ വെള്ളം മാത്രമാണ് ഓർമ്മ വരിക. അപ്പോൾ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിശാലമായ മണൽപ്പരപ്പിനെയാണ് ബീച്ച് എന്ന് പറയുന്നത്. കടലിനോട് ചേരുന്ന നമ്മുടെ ഈ കരഭാഗത്തിലെ വിശാലമായ മണൽപ്പരപ്പാണ് ബീച്ച്. അതുപോലെ ഉൾക്കടൽ എന്ന് പറയുമ്പോൾ 3 ഭാഗവും കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രഭാഗം. നമ്മൾ സാധാരണ ദ്വീപ് എന്ന് പറയുമ്പോൾ 4 ഭാഗം ജലമാണ്. 4 ഭാഗം ജലമാണെങ്കിൽ ദ്വീപ് എന്ന് വിളിക്കും. 3 ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ് എന്ന് വിളിക്കും, പെനിൻസുലർ. 3 ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ്. ഇതേപോലെ 3 ഭാഗം കരഭാഗമാണെങ്കിൽ, 3 ഭാഗത്തും കരയാണെങ്കിൽ ഉൾക്കടൽ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആ ഭാഗത്ത് വരുന്നുണ്ട്, തൊട്ടു മുകളിലായിട്ട് ബംഗ്ലാദേശ് വരുന്നുണ്ട്, അതിന്റെ വലതു ഭാഗത്തായിട്ട് മ്യാൻമർ വരുന്നുണ്ട്. 3 കരഭാഗം അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടൽ എന്നവിടെ പേര് വന്നത്. അതുപോലെ തന്നെ ഗൾഫുകൾ, അതും ഈ ഉൾക്കടലിന്റെ ഒരു ചെറിയ രൂപമാണ് ഗൾഫ്. അതും ഇതുപോലെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഭാഗം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്ന ഗുജറാത്തിന്റെ ഒരു തെക്ക് ഭാഗമുണ്ട്, ഗുജറാത്തിന്റെ ഭാഗത്തുണ്ട്. അതുപോലെ ഗൾഫ് ഓഫ് കച്ച് ഉണ്ട്. ഇതാണ് നമ്മൾ ഗൾഫ് എന്ന് ഉപയോഗിക്കുക. പൊതുവേ നമ്മൾ ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഏദൻ എന്നിങ്ങനെ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സൈഡിലോട്ട് പോകുമ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തും ഇതാണ് ഗൾഫ്. പൊതുവേ പണ്ട് മുതലേ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാവരും കരുതുന്ന ഗൾഫ് എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷെ അത് ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭൂപ്രകൃതിയാണ് അവിടെ എല്ലായിടവും കാണപ്പെടുക. അപ്പോൾ നമ്മൾ ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടിന്റെ ഭാഗത്ത്, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഗൾഫ് എന്ന് പറയുന്നത്. ദ്വീപുകൾ ജാവ, സുമാത്ര. സുനാമിയൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ജാവ, സുമാത്ര. പിന്നെ മഡഗാസ്കർ ദ്വീപ്, ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ ദ്വീപ്. പിന്നെ ഏറ്റവും ചെറിയ ദ്വീപായിട്ടുണ്ടായിരുന്ന മാലി ദ്വീപ്, ഇതെല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മഡഗാസ്കർ ദ്വീപാണ്. മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കാണപ്പെടുക. ബാക്കി നമുക്ക് ലക്ഷദ്വീപ്, ആൻഡമാനൊക്കെ എല്ലാവർക്കും അറിയാം, അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഡഗാസ്കർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ ഉൾക്കടലുകളും ദ്വീപുകളും ഇതൊക്കെ ഇതാണ് ഉള്ളത്. പിന്നെ ഇത് വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രം, വലിപ്പത്തിൽ 3-ാം സ്ഥാനം. ആകെ വിസ്തൃതി വെച്ച് കഴിഞ്ഞാൽ
73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വരിക. 73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. വലിപ്പത്തിൽ 3-ാം സ്ഥാനം. ആകൃതി ചോദിച്ചാൽ എം ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. സൗത്ത് ഓഷ്യനും ആർട്ടിക് ഓഷ്യനും ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞുതരാമോ? നമുക്ക് മഹാസമുദ്രങ്ങൾ 5 ആണെങ്കിലും അതിൽ 3 ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതും പോയിന്റ്സ് ഉള്ളതും. ഇന്ത്യൻ മഹാസമുദ്രത്തോടു കൂടി നമ്മുടെ ഈ 3 സമുദ്രം, അതായത് പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ഈ 3 ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. നമ്മളിപ്പോൾ ഓഷൻ കറൻസ്, പ്രവാഹങ്ങൾ പഠിച്ചാൽ ഈ 3 സമുദ്രങ്ങളിലേക്ക് കൂടുതൽ പഠിക്കാറുള്ളൂ. ആർട്ടിക്കും അന്റാർട്ടിക്കും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇവിടെ നമുക്ക് മറ്റ് രാജ്യങ്ങളുള്ളതുപോലെ കൂടുതൽ കണക്ഷനോ പോയിന്റ്സ് ഒക്കെ അല്പം കുറവാണ്. അപ്പോൾ നോർത്ത് ഭാഗത്ത്, അതായത് ഉത്തര ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് ആർട്ടിക്കും ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് അന്റാർട്ടിക്കുമാണ്. ഇത് പൊതുവേ പലർക്കും തെറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദക്ഷിണ ധ്രുവത്തുള്ളതിനെയാണ് നമ്മൾ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കിനെയാണ്. അതാണ് നമ്മുടെ പൈസ എന്ന കോഡിൽ എസ് സതേൺ ഓഷൻ എന്ന് പ്രതിപാദിച്ചത്. അപ്പോൾ സൗത്ത് ഭാഗത്തുള്ളത് അന്റാർട്ടിക്കാണ്, ദക്ഷിണ സമുദ്രം എന്നാണ് അറിയപ്പെടുക. അത് സൗത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതും, എന്നാൽ നോർത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ആർട്ടിക്കുമാണ്. ഇതിൽ ഡി ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ആർട്ടിക്. നോർത്ത് ഭാഗത്തുള്ളത് ഡി ആകൃതി കാണപ്പെടുന്നു. അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ആർട്ടിക് ബേസിൽ എന്നാണ് അറിയപ്പെടുക. ആർട്ടിക് ബേസിലാണ് അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. എന്നാൽ സൗത്ത് ഭാഗത്ത്, നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം. സൗത്ത് സാൻഡ്വിച്ച് ഗർത്തമാണ് ദക്ഷിണാർദ്ധഗോളത്തിലെ, അതായത് നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച് ഗർത്തമാണ്. അപ്പോൾ ഇതിന്റെ ആകൃതി പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിലും എന്നാൽ ഡി ആകൃതിയിലായിരുന്നു നമ്മുടെ ആർട്ടിക് സമുദ്രം കാണപ്പെടുക. വിസ്തൃതി ഒന്നും വലുതായിട്ട് ചോദിക്കാറില്ലെങ്കിലും നമ്മുടെ ആർട്ടിക്കിൻ്റെതായിട്ടുള്ളത്, അതായത് ഉത്തര ധ്രുവത്തിൽ കാണപ്പെടുന്ന ആർട്ടിക്കിൻ്റെതാണെങ്കിൽ 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പ്രധാനമായിട്ടും ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എൻ്റെ വിസ്തൃതി. എന്നാൽ സൗത്തിലുള്ളത് അന്റാർട്ടിക്കിൽ, അതായത് 4-ാം സ്ഥാനത്തുള്ള നമ്മുടെ ദക്ഷിണ സമുദ്രത്തിന്റെ ആണെങ്കിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പിന്നെ എല്ലാത്തിൻ്റെയും വിസ്തൃതി, ആകൃതി, അതിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട വടക്ക്, കിഴക്ക്, പടിഞ്ഞാറൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ വൻകരകളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ, ഏറ്റവും ആഴം കൂടിയ ഭാഗം, ഇതൊക്കെയാണ് PSC ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അന്റാർട്ടിക്കിൽ എടുത്തു പറയത്തക്ക ഒരു സവിശേഷത, കപ്പലുകൾ തീരെ കുറവാണ്. കപ്പൽ പാത ഏറ്റവും കുറവാണ് അന്റാർട്ടിക്കിൽ. കാരണം ആ ഭാഗത്ത് പറയത്തക്ക രീതിയിൽ വലിയ ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല. കൂടാതെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സമുദ്രം കൂടിയാണ്. ആ ഭാഗത്ത് കപ്പലിന് ഇനി യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മഞ്ഞുപാളികളെല്ലാം കട്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാനും തിരിച്ചു വരാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പൽ പാത ഏറ്റവും കൂടുതൽ അറ്റ്ലാന്റിക്കിലാണെങ്കിൽ ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാലോ, തുറമുഖമില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാലോ അന്റാർട്ടിക്കിലാണ്. ഇന്നത്തെ ഭൂമിശാസ്ത്ര പഠനത്തിലൂടെ സമുദ്രങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകത, ആകൃതി, വലുപ്പം തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞു തന്നതിന് ജിതിൻ സാറിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. റേഡിയോ ഗൈഡിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മഹാസമുദ്രങ്ങളെപ്പറ്റി ജിതിൻ JS സംസാരിച്ചത്. ഒപ്പം രഞ്ജിനി MR. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം J. ജയ്ദേവ്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.